ജോസഫ് മാഷിൻ്റെ കൈവെട്ട് സംഭവം നടന്നിട്ട് 16 വർഷമായി. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം ആളുകൾ മാറിപ്പോയിരിക്കുന്നു, ചിന്താഗതി മാറിപ്പോയിരിക്കുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും കൈവെട്ടാൻ വന്നിട്ട് അങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചു വന്നു എന്ന് തന്നെ വെക്കുക. അതിനുശേഷം അവർ ഏത് ഷേപ്പിലായിരിക്കും മടങ്ങിപ്പോവുക? അവർക്ക് വന്ന പോലെ തിരിച്ചു പോകാൻ കഴിയുമോ? ഇന്നാണെങ്കിൽ ഈ 15-16 വർഷം കൊണ്ട് കേരളം എത്രമാത്രം മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇതിനുള്ള ഉത്തരങ്ങൾ. നമ്മൾ വളരെ മാറിപ്പോയിരിക്കുന്നു, പഴയ ആളുകളല്ല നമ്മൾ. അതേസമയം തന്നെ ഈ പ്രവാചകനെയോ ഖുറാനെയോ ഒക്കെ നിന്ദിക്കുന്നവരെ അവരുടെ കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് ഛേദിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു, അതോ ഖുറാനിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് ഉണ്ടെന്ന് പറഞ്ഞാലും അത് അതേപടി നടപ്പാക്കാനായിട്ട് ഇന്ന് എത്ര പേര് ഇറങ്ങിപ്പുറപ്പെടും? അപ്പോൾ അവർക്കും ഒരു സന്ദേഹമായി, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവർക്കും ഒരു സന്ദേഹമായി. അപ്പം മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു സംഭവമായിരുന്നു ഈ കൈവെട്ട് കേസ്. അതുപോലെ തന്നെ നമുക്കറിയാം, അന്ന് ഈ അക്രമികൾ വന്നു, അവർ കൈവെട്ടിയിട്ട് വളരെ ഉല്ലാസപൂർവ്വം തിരിച്ചുപോയി. അവർ ജയിലിൽ പോയത് തന്നെ ഒരുതരം കൊലച്ചിരി ചിരിച്ചുകൊണ്ടാണ്. വലിയ മഹാകാര്യം ചെയ്തതിന് ശേഷം ഞങ്ങൾ ജയിലിൽ പോകുന്നു എന്ന് പറഞ്ഞ് ആ രീതിയിലാണ് പോയത്. ഇന്നാണെങ്കിൽ അവർ അതേ ഷേപ്പിൽ തിരിച്ചു പോകാനുള്ള സാധ്യത നമുക്കറിയാമല്ലോ, വളരെ വളരെ കുറവാണ്. എല്ലാവരും ഉണർന്നിരിക്കുന്നു. പിന്നെ സംഘികളും എല്ലാം സജീവമായിട്ട് സടകുടഞ്ഞ് എണീറ്റിരിക്കുന്നു. എന്തായാലും കേരളത്തെ അടപടലം മാറ്റിയൊരു സംഭവമായിരുന്നു കൈവെട്ട് കേസ്. അപ്പോൾ അതിനെ പറയാനായിട്ട് ഇപ്പോൾ പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ജോസഫ് സാറ് നാളെ ഡാലസിലെത്തുന്നുണ്ട്. മറ്റന്നാൾ അദ്ദേഹം എസൻസ് ഫെസ്റ്റിൽ, ഡാലസിൽ നടക്കുന്ന യുക്തിവാദി സമ്മേളനം എസൻസ് ഫെസ്റ്റ്, അതിൽ പ്രസംഗിക്കുന്നുണ്ട്. അതിൽ മുഖ്യപ്രാസംഗികനാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇസ്ലാം മതത്തിൽ ഈ സംഭവത്തിന് ശേഷമാണ് ഇസ്ലാം മതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. വലിയ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ വലിയ ഒരു വ്യതിചലനം. അതായത് ഈ ഇസ്ലാം മതത്തെ വിമർശിച്ചാൽ അവരുടെ തല കൊയ്യണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു നിലനിന്നിരുന്ന ഈ ജോസഫ് സാറിൻ്റെ കൈവിട്ട് ആ സംഭവം വരെ. അതിനുശേഷമാണ് ഇസ്ലാം വിമർശനം ശക്തിപ്പെടുന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്നു ജബ്ബാർ മാഷ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിനെതിരെ, അതുപോലെ തന്നെ ചേകന്നൂർ മൗലവിയൊക്കെ ഇസ്ലാം മതത്തിൻ്റെ അനാചാരങ്ങളെയും തെറ്റായ കാര്യങ്ങളെയും എല്ലാം എടുത്തു കാണിക്കുന്നവരായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ശക്തി പ്രാപിക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ്. ജാമിദ ടീച്ചർ, ആരിഫ് ഹുസൈൻ തെരുവത്ത്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇസ്ലാം മതത്തിനെതിരെ അതിനിശ്ചിതമായിട്ട് വിമർശനവുമായി രംഗത്ത് വന്നു. ഈ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ പറയുന്നത് പേപ്പട്ടി മതം എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പരിപാടിയാണ് കോയ കോളിംഗ്. അതായത് ഇസ്ലാമിനെ പറ്റിയുള്ള ഏതൊക്കെ സംശയമുണ്ടെങ്കിലും അദ്ദേഹത്തെ ഫോൺ ചെയ്യാം. അപ്പോൾ ആ ഫോൺ അത് റെക്കോർഡ് ചെയ്യുകയും അത് തത്സമയം കാണിക്കും. അതിന് ഇപ്പം തത്സമയമല്ല, ഇപ്പം അത് കുറച്ച് പ്രോഗ്രാമെല്ലാം കൂടെ, കുറച്ച് സിനിമ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് അത് കാണിക്കുന്നത്. കാണാൻ രസമുണ്ട്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളെയും വിമർശിക്കുക, അതിലെ കഥയില്ലായ്മ ചൂണ്ടിക്കാണിക്കുക, അത് ശരിയല്ല എന്ന് തെളിയിക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പരിപാടിയിൽ. അപ്പോൾ ആ പരിപാടി വലിയ ജനപ്രീതിയുള്ളതാണ്. യൂട്യൂബിലാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ 1ാം വാർഷികം തിരൂരിൽ നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ തിരൂരിൽ നടത്താനായിട്ട് ഏതാനും ദിവസം മുമ്പാണ്. അപ്പം മതമൗലികവാദികൾ പറഞ്ഞു അത് പറ്റത്തില്ല, അവിടെ നടത്താൻ പറ്റില്ല. അപ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞു സുരക്ഷ ഉറപ്പാക്കാൻ പറ്റില്ല, ആക്രമണമോ മറ്റോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിത്തീരും, അതുകൊണ്ട് നിങ്ങൾ ആ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് അംഗീകരിച്ചു. ആ പരിപാടി അക്രമമോ ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. പറ്റുന്നൊരു വേദി കിട്ടുകയാണെങ്കിൽ പിന്നീട് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ 2 സംഭവങ്ങൾ ഈ കേരളത്തിൽ ഇപ്പോഴും ഈ മതമൗലികവാദം കുറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്നത് പണ്ട് വിമർശിച്ചാൽ ഉടൻ തലയെടുക്കുമെന്നുള്ളതായിരുന്നു സ്ഥിതി. ഇന്നിപ്പോൾ അതല്ല. ഈ വിമർശനം ഉണ്ട്. വിമർശിക്കുന്നവർ ഒരു വഴിക്ക് വിമർശിക്കുന്നു, വിശ്വസിക്കുന്നവർ വേറൊരു വഴിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും 2 രീതിയിൽ പോകട്ടെ എന്നുള്ള രീതിയിലേക്ക്, ചിന്താഗതിയിലേക്ക് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും കിതാബിലൊക്കെ പറഞ്ഞിരിക്കുന്നത് തല വെട്ടണം, അങ്ങനെയുള്ളവരുടെ തല വെട്ടണം, കൈ വെട്ടണം, കാല് വെട്ടണം എന്നൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ല എന്ന് മാത്രമല്ല അത് ശരിയുമല്ല.
ഇന്നത്തെ കാലത്ത് ഓരോ വ്യക്തിക്കും അവനവൻ്റേതായ രീതിയിൽ വിശ്വസിക്കാനും ചിന്തിക്കാനും അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു ബഹുസ്വര രാജ്യത്ത് പലതരം ആളുകളുള്ള പലതരം വിശ്വാസങ്ങളുള്ളിടത്ത് എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി, എൻ്റേതിനെ ആരും വിമർശിച്ചുകൂടാ, വിമർശിച്ചാൽ നിൻ്റെ തല കൊയ്യും, അല്ലെങ്കിൽ നിൻ്റെ കൈ വെട്ടും കാല് വെട്ടും എന്നൊക്കെ പറഞ്ഞായിരുന്ന സ്ഥിതി എന്താണ്? അതെങ്ങനെ അംഗീകരിക്കാനാവും? അപ്പോൾ കാലം വളരെ മാറിപ്പോയി. ഇപ്പോൾ ജാമിദ ടീച്ചറിനെ പുരുഷന്മാർ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ശരിപ്പെടുത്താമെന്നും പറഞ്ഞ് 2 സ്ത്രീകൾ പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിപ്പുറപ്പെട്ടത് കണ്ടു. ഏതാനും വർഷം മുമ്പാണ്. അവരെ വന്ന് NIA പൊക്കിക്കൊണ്ടുപോയി, അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. പിന്നീട് അവരെ തിരിച്ചു വിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എപ്പോഴും ജയിലിലാണോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് സ്ഥിതി. വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ അതവരുടെ കാര്യം. അതിനെ നമ്മളത് വിശ്വസിക്കുന്നില്ല, അത് അവർക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം, എന്ത് 21-ാം നൂറ്റാണ്ട്? നമ്മൾ ആ മാറ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ. ഇനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം ക്രിസ്ത്യാനികൾ ഈ പുണ്യാത്മാക്കളായതുകൊണ്ടല്ല, ഈ 500 വർഷമായിട്ട് ക്രിസ്തുമതത്തിൻ്റെ ഇഴകീറി അതിൻ്റെ പിന്നെ കുറ്റവും കുറവും പരിശോധിക്കുന്നുണ്ട്. വിമർശകരും പിന്നെ യുക്തിവാദികളും അതുപോലെ തന്നെ എതിരാളികളും ഈ പിന്നെ ക്രിസ്തുമതത്തിലുള്ളവർ തന്നെ. അപ്പോൾ പിന്നെ ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ ജനലുകളും തുറന്നിടുക, സത്യം എവിടെ നിന്ന് വന്നാലും അതിനെ സ്വീകരിക്കുക, സത്യം അറിയാൻ വേണ്ടി ചിന്തിക്കുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നുണയല്ല വിശ്വസിക്കേണ്ട, സത്യം അറിയാനായിട്ട് ചിന്തിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ക്രിസ്തുമതത്തെപ്പറ്റി പറഞ്ഞാൽ ദോഷമായിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുന്നതായിട്ട് ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. വളരെ കാലമായിട്ട് അങ്ങനെ ഇടമറുകും പിന്നെ A.T. കോവൂറും അതുപോലെ ഒരുപാട് പേര് ഈ ക്രൈസ്തവ വിമർശനം ധാരാളമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തിരുന്നതാണ്. അതെല്ലാം നമ്മൾ കേട്ട് ഈ പൊൻകുന്നം വർക്കിയുടെയൊക്കെ പുസ്തകങ്ങളിൽ ഈ പുരോഹിതരെയും കന്യാസ്ത്രീയോടെയൊക്കെ അപഹസിച്ച് എഴുതിയത് നമ്മൾ വായിച്ചതാണ്. അന്നൊന്നും നമ്മൾ ഞെട്ടിയിട്ടുമില്ല, എന്തായാലും പൊൻകുന്നം വർക്കിയുടെ തലയെടുക്കണമെന്ന് തോന്നിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഈ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, ആ വിമർശനം അതിൻ്റെ ഒരു ഭാഗമാണ്. അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് പിന്നെ ക്രൈസ്തവർ കൈവരിച്ചു. അത് ഇത്രയും വർഷങ്ങളിലൂടെ കൈവരിച്ചതാണ്. അപ്പോൾ ആ ഒരു സഹിഷ്ണുത അത് ഇസ്ലാം മതവും കൈവരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ജാമിദ ടീച്ചറും ആരിഫ് ഹുസൈനും ഒക്കെ അവർ ചെയ്യുന്ന ഒരു സാമൂഹ്യ സേവനമുണ്ട്. അത് അവർ പുതിയ ആശയങ്ങളും ഓരോ ആശയത്തെയും ഇഴകേറി പിന്നെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം തകർന്നു പോകും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മുടെ വിശ്വാസം തകർന്നു പോയാൽ പിന്നെ എന്ത് വിശ്വാസം അത്? ആ വിശ്വാസം അതിനും അപ്പുറത്തുള്ളതാണ് നമ്മുടെ വിശ്വാസം, അതിനും അപ്പുറത്തുള്ളതായിരിക്കണം നമ്മുടെ വിശ്വാസം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്തായാലും കോയ കോളിങ്ങിന് നമ്മുടെ പിന്നെ ഐക്യദാർഢ്യമുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഈ ഇഷ്ടമില്ലാത്തൊരു കേൾക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും അത് പിന്നെ ആ ഫത്വ ഇറക്കിയവരെ ശക്തിപൂർവ്വം എതിർക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാര്യം, ഈ ജോസഫ് സാറ് മറ്റന്നാൾ നടക്കുന്ന എസൻസ് ഫെസ്റ്റ് പിന്നെ ഡാലസിൽ നടക്കുകയാണ്. അപ്പോൾ അതിൽ പ്രമാദമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്ന യുക്തിവാദികളും ഈ പിന്നെ ചിന്താപരമായിട്ട് ഈ സത്യം തേടുന്ന ആളുകളും. ഇപ്പം മാർപ്പാപ്പ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഈ ഒരു യുക്തിവാദിയെ കണ്ടിട്ട് നമ്മൾ രണ്ടുപേരും പിന്നെ ഈശ്വരനെ തേടുന്നവരാണ്, ആ സത്യം അറിയാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോൾ സത്യം അറിയാമെന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് ഈശ്വരനെ തേടി നടക്കുന്നവരാണ്. അപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെയും ഈശ്വരനുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ പിന്നെ ഡാലസിൽ നടക്കുന്ന ഈ എസൻസ് ഫെസ്റ്റ് കഴിയുന്നത്ര ആളുകൾ അതിൽ പോയി പങ്കെടുക്കണം. അതിൽ പോയി 2-3 സെഷനിൽ പങ്കെടുത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും പറ്റില്ല. എന്ന് മാത്രമല്ല, വിശ്വാസത്തിനെതിരായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് പിന്നെ ഞാനതല്ല വിശ്വസിക്കുന്നത്, ഞാനിതാണ് വിശ്വസിക്കുന്നത്. ആ നമ്മുടെ വിശ്വാസം കുറച്ചുകൂടി ശക്തിപ്പെടും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കഴിയുന്നത്ര ആളുകൾ അതിൽ പങ്കെടുക്കണം. ഈ നമ്മുടെ ജെയിംസ് കുരിക്കാട്ടിലൊക്കെയാണ് അതിൻ്റെ സംഘാടകൻ. നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ആരുടെയും സഹകരണം കിട്ടില്ല. എല്ലാവരും അമേരിക്കയിലൊക്കെ ഈ പള്ളി ഭക്തന്മാരും പിന്നെ അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം പിന്നെ ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ യുക്തിവാദം അല്ലെ നിരീശ്വരവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നതോ കേൾക്കുന്നതോ ആർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ല. അപ്പോൾ ആരും സഹകരിക്കാനുണ്ടാവില്ല, സാമ്പത്തികമായിട്ട് സഹായം ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ എല്ലാ തരത്തിലും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ആ സമ്മേളനത്തിൽ കാര്യപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ നമുക്ക് പരിചിതമായ ആളുകളൊക്കെയാണ് അതിലുള്ളത്. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കുക. ഈ ശനിയാഴ്ച രാവിലെ 8:30 രജിസ്ട്രേഷൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ
പിന്നെ 9:30 ഭക്തി എക്സ്പോർട്ടേഴ്സ്, അതിനെപ്പറ്റിയാണ്. പിന്നെ ഈ ഭക്തി പിന്നെ കയറ്റുമതി ചെയ്യുന്ന ആളുകൾ, അതിനെപ്പറ്റി മനോജ് നെയ്റോബി, എനിക്കറിഞ്ഞുകൂടാ. പിന്നെ 9:55 ജോസഫ് മാഷിൻ്റെ ആദ്യത്തെ പിന്നെ സെഷൻ, അദ്ദേഹം മറ്റുപോകാത്ത ഓർമ്മകൾ സെഷൻ 1 അദ്ദേഹം സംസാരിക്കുന്നു. പിന്നെ 10:45 എസൻസ് USA മാഗസിൻ, അത് ജെയിംസ് കുരിക്കാട്ടിൽ പറഞ്ഞ ഏതാണ്ട് 100 പേജുള്ള മാസിക, 30 ഈഡിറ്റ് ലേഖനങ്ങളുണ്ട്, പക്ഷേ ഒരു പരസ്യം പോലുമില്ല. അങ്ങനെയുള്ള ഒരു മാസികയാണ്. അത് കഴിയുന്നത് അത്ര പേര് അത് വാങ്ങുകയും എടുക്കുകയും വായിക്കുകയും ചെയ്യണം. അത് നമ്മളൊന്ന് ഓൺലൈനായിട്ട് പ്രസിദ്ധീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മലയാളിയിലും നമ്മളത് ലേഖനങ്ങൾ നമ്മളൊന്ന് പ്രസിദ്ധീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നീട് ഒരു ആർട്ട് പ്രോഗ്രാം, കലാപരിപാടികൾ കാണുന്നു. വേറൊന്ന് അടുത്തത് 11:20 പ്രാർത്ഥന ഫലിക്കുമോ, അത് ജെയിംസ് കുരിക്കാട്ടിൽ തന്നെയാണത് അവതരിപ്പിക്കുന്നത്. പിന്നെ ലഞ്ച് ബ്രേക്ക് ഈ 1:35 ആകുമ്പോൾ വിശ്വാസം വിദ്വേഷമാകുമ്പോൾ, അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് മറ്റുള്ളവരോട് വിദ്വേഷം കാണിക്കാനുള്ള ഒരു കാരണമാകാൻ പാടില്ല. ഇപ്പോൾ ഈ ക്രിസംഗികളെ പറ്റി പറയുന്നത്, ഈ കാസ, അതിനെപ്പറ്റി നമ്മുടെ പാമ്പ്ളാനി പിതാവ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് അദ്ദേഹം പറഞ്ഞത്, അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് അനുസൃതമല്ല. ഈ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കാനാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ശത്രുവിനെ അല്ലെങ്കിൽ നമ്മുടെ എതിരാളികളെ, മറ്റുള്ളവരെ വെറുക്കാൻ വേണ്ടി ഒരു സംഘടനയും വെറുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചിന്താഗതിയായി മാറുകയും ചെയ്യുന്നത് ശരിയല്ല. അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം മാർപ്പാപ്പ തന്നെ യുദ്ധത്തിനെതിരെ പറയുന്നത് ആ രീതിയിലാണ്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഇറാൻകാർ ഈ അണുബോംബ് ഉണ്ടാക്കട്ടെ എന്നാണോ മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്? അതാണോ മാർപ്പാപ്പയുടെ ലക്ഷ്യം? അത് പറ്റത്തില്ല. അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. പിന്നെ ആ മേഖലയ്ക്കും ലോകത്തിന്, മനുഷ്യരാശിക്ക് തന്നെ ദോഷമായി തീരും. അതുകൊണ്ട് അവരെ തകർത്തേ പറ്റുമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിന്താഗതികൾ പരസ്പരം പല രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. പിന്നെ സഭയും വിശ്വാസമൊക്കെ ആകുമ്പോൾ ഒരേ നിലപാടാണ് എപ്പോഴും. നമ്മൾ ആ രീതിയിലാണ് പോവേണ്ടത്. മറ്റുള്ളവരെ വെറുക്കാനും എതിർക്കാനും ഉള്ളൊരു ഒരു സ്ഥിതി നമുക്കുണ്ടാവാൻ പാടില്ല. അവരുടെ ആശയങ്ങൾ, ഇസ്ലാം മതം എന്ന ആശയത്തെ എതിർക്കാം, പക്ഷേ മുസ്ലിം എന്ന വ്യക്തികളെ, മുസ്ലിങ്ങളായ വ്യക്തികളെ എതിർക്കുന്നതിൽ അർത്ഥമില്ല, അത് ശരിയുമല്ല എന്നാണ് ഈ ആർച്ച് ബിഷപ്പ് പറയുകയും ചെയ്തത്. ജോസഫ് മാഷും അത് തന്നെ പറയുന്നത് ഞാൻ കേട്ടു. ഇവരും ഇരകളാണ്. ഈ ചില ആശയങ്ങളുടെ, ചില പ്രത്യയശാസ്ത്രങ്ങളുടെ, തെറ്റായ ചില ആശയങ്ങളുടെ ഇരകളാണ് ഈ കൈവെട്ടാൻ വന്നവരും. അവരോടും തനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, അവരോടും വിരോധമൊന്നുമില്ല എന്നാണ് അദ്ദേഹം മുമ്പൊരു പ്രസംഗത്തിലോ അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. അന്നേരവും അദ്ദേഹം പറഞ്ഞത്. ഇനി 2 മണിക്ക് ഈ 2:15 ഈ റോസ്റ്റിംഗ് മിത്സ് സെർവിങ് ട്രൂത്ത്സ്, അത് ഡോക്ടർ ഷാ സുൽത്താൻ നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ ഈ മിത്തുകളെ, ഈ കള്ളക്കഥകളെ തൊലിയുരിഞ്ഞ് കാട്ടുക, അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ 3:10 ബിയോണ്ട് ദ ഡബിൾ ഹെലിക്സ്, രൂപ നായർ, എന്താണ് ഇത് വ്യക്തമാകുന്നില്ല, ഡബിൾ ഹീലിക്സ്. ഇനി 3:50 പാനൽ ഡിസ്കഷൻ, മതം വിഴുങ്ങുന്ന ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യം നമുക്കറിയാം, കേരളമാണ് അതിൻ്റെ ഏറ്റവും നല്ല തെളിവ്. ഒരു ചെറിയൊരു നിയമനം ഒരു മന്ത്രിയുടെയോ അല്ലെ ഒരു എം എൽ എ നിശ്ചയിക്കണമെങ്കിൽ, MLA സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണമെങ്കിൽ ആ മതത്തിനും ഈ മതത്തിനും ആ ജാതിക്കും ഈ ജാതിക്കും ഒക്കെ അഭിമതൻ ആകുന്ന, അല്ലെങ്കിൽ അവിടെ അതിലുൾപ്പെടുന്ന ആളുകളായിരിക്കണം. ആ രീതിയിൽ അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിൽ വന്നിരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനാധിപത്യം ഇല്ലാതാവുന്നു. മതവും ജാതിയും നോക്കിയാണ്, ക്വാളിഫിക്കേഷൻ നോക്കിയല്ല ആളുകൾ ഓരോ സ്ഥാനത്തേക്കും വരുന്നത്. അത് ജനാധിപത്യത്തെ തന്നെ അപകടത്തിലാക്കുന്നു. അതിൽ പാനലിസ്റ്റുകൾ സുജിത് സുരേന്ദ്രൻ, ജോബോയ് തോംസൺ, ജയൻ മനോജ്, അജയ് മുരളീധരൻ. ഇനി അടുത്തത് ആംബുലൻസ് എത്തും മുമ്പേ ഡോക്ടർ അനൂപ റോഷനാണ്. അത് നമ്മുടെ അന്ധവിശ്വാസങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും, നമ്മുടെ ഈ നമ്മുടെ ഈ രോഗകാര്യങ്ങൾ, ഇപ്പം ഈ അക്യൂപങ്ചർ ഉപയോഗിച്ച് പ്രസവം നടത്തുന്നത്, എന്നിട്ട് സ്ത്രീ മരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ തന്നെ നമ്മൾ അടുത്തിടയ്ക്ക് കണ്ടതാണ് 8 പ്രസവം. 8ാമത്തെ ഒരു സ്ത്രീ 42 വയസ്സേ ഉള്ളൂ, 8ാമത്തെ പ്രസവത്തിൽ അവർ മരിച്ചു. വലിയൊരു കേമപ്പെട്ട അവരുടെ ഭക്തി മൂത്തിട്ട് 8 പ്രസവം നടന്നു എന്നുള്ളത് തന്നെ. ആ ചെറുപ്രായത്തിൽ 8ാമത്തെ പ്രസവത്തിൽ അവർ മരിച്ചു. അപ്പോൾ ആ പ്രസവം അവോയ്ഡ് ചെയ്യാൻ കഴിയുകയില്ലായിരുന്നോ?
കഴിയുമായിരുന്നു. പക്ഷേ ചെയ്യാതെ ഞങ്ങളുടെ ഭക്തി, ഇതാണ് ഭയങ്കര, ഞങ്ങളുടെ വിശ്വാസം ഇതാണ്, ഈ ചികിത്സിക്കാൻ പാടില്ല അല്ലേ, അങ്ങനെയുള്ള മണ്ടൻ വിശ്വാസങ്ങളും മണ്ടത്തരങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന സമൂഹങ്ങളുണ്ട്. അവയൊക്കെ അതിശക്തമായിട്ട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം. നമ്മുടെ യുക്തിക്ക് അനുസരണമല്ലാത്ത ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അത് നമ്മുടെ യുക്തിയിലൂടെ, നമുക്കറിയാവുന്ന നമ്മുടെ അറിവിലൂടെ അതിലാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ ഈ അന്ധവിശ്വാസങ്ങളിലും മണ്ടത്തരങ്ങളിലും കൂടിയല്ല കണ്ടെത്തേണ്ടത് എന്നെനിക്ക് തറപ്പിച്ച് തോന്നുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊന്ന്, ഇനി 5:15 ജോസഫ് മാഷിനോട് ചോദിക്കാം. അദ്ദേഹമായിട്ടൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. പിന്നെ വൈകിട്ട് 6:30 വോട്ട് ഓഫ് താങ്ക്സ്. ഇത്രയാണ് ഏകദേശ പരിപാടി. അതിൽ MC ആയിട്ട് നമുക്കറിയാവുന്ന ഈ ഫോമായുടെ നേതാവൊക്കെയായ രേഷ്മ രഞ്ജനാണ് ഒരു MC. മറ്റൊരു MC അനാമിക അരുൺ. പിന്നെ കലാപരിപാടികൾ നടത്തുന്നത് അനാമിക അരുൺ, നിയോൺ ഷാ, ദേവരാജ് അജയ്, സുനിൽ ഭാസ്കരൻ ആൻഡ് അജയ് മുരളീധരൻ. അപ്പോൾ കഴിയുന്നത്ര പേര് ഇതിൽ പങ്കെടുക്കണം. അതാണ് എൻ്റെ ആവശ്യം. നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. ഇതുകൊണ്ട് നമ്മുടെ വിശ്വാസമൊന്നും പോകാൻ പോകുന്നില്ല. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടാനേ പോകുന്നുള്ളൂ. കൂടുതൽ അറിയും തോറും നമ്മുടെ അറിവ് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും, നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടെ നിർമ്മലമാക്കും. നമ്മൾ അന്ധവിശ്വാസമല്ല, സുതാര്യമായി വിശ്വസിക്കാനുള്ള ആ ടെൻഡൻസി, ആ താല്പര്യം നമുക്ക് കൂടും. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയവും ആശംസിക്കുന്നു.